ഇറക്കുമതി തീരുവ 125% ഉയർത്തിയ US നടപടിയിൽ ചൈന എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. മുൻപ് തീരുവ ഉയർത്തിയപ്പോഴെല്ലാം കടുത്ത ഭാഷയിൽ തന്നെ യുഎസിന് ചൈന മറുപടി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വെല്ലുവിളിയിൽ ഒരടി പോലും പിന്നോട്ടു പോകാൻ ചൈന തയ്യാറായില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെല്ലുവിളിയാകുകയാണ് എങ്കിൽ പിന്നോട്ടില്ല എന്നും തെറ്റായ തീരുമാനവുമായി മുൻപോട്ട് പോകാനാണ് യുഎസിന്റെ നീക്കമെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും മുൻപ് ചൈന വ്യക്തമാക്കിയിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയാണെന്ന് ബുധനാഴ്ച രാത്രി ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. വിപണിയിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം. എന്നാൽ ചൈനയ്ക്ക് മേലുള്ള തീരുവ തുടരുമെന്ന് US അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, തീരുവ 125% വർദ്ധിപ്പിക്കുകയാണ് എന്നും US വ്യക്തമാക്കുകയായിരുന്നു. ചൈനയ്ക്ക് മേൽ ഇത് 3ാം തവണയാണ് US പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ചൈനയ്ക്ക് മേലുള്ള തീരുവ 104% US ഉയർത്തിയിരുന്നു. ഇതിന് അതേ നാണയത്തിൽ തന്നെ ചൈന മറുപടി നൽകുകയും ചെയ്തു. യുഎസിന് 84% തീരുവ ഏർപ്പെടുത്തിയതായിരുന്നു തിരിച്ചടിയായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇത് നിലവിൽ വരുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും തീരുവ ഉയർത്തിയത്. അതേസമയം യുഎസിന്റെ പുതിയ നീക്കം അവർക്ക് തന്നെ വലിയ തിരിച്ചടി തീർക്കുമെന്നാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ വസ്തുക്കളെല്ലാം തന്നെ ചൈനയിൽ നിന്നാണ് US ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ചൈനയാകട്ടെ പ്രധാനമായും യുഎസിനെ ആശ്രയിക്കുന്നത് വ്യാവസായിക സാമഗ്രികൾ, സോയാബീൻ, ഫോസിൽ ഇന്ധനങ്ങൾ, ജെറ്റ് എഞ്ചിനുകൾ എന്നിങ്ങനെ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കാത്ത ഉൽപ്പന്നങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വില ഉയർന്നു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യത ചൈനയിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ ബാധിക്കുകയില്ല. എന്നാൽ അതേസമയം തന്നെ പകരച്ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. 2018 US ചൈനയ്ക്ക് മേൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളെയാണ് ചൈന കൂടുതലായി ആശ്രയിച്ചിരുന്നത്. അതിനിടെ ചൈനയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലാണ് US ഉണ്ടായിരുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ ട്രംപ് പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ഷീ നല്ല നേതാവാണെന്നും മികച്ച കരാറുമായി തങ്ങൾ മുന്നോട്ട് പോകുന്നുമെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത്. എന്നാൽ അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെതിരെ ഇന്ത്യയുടെ പിന്തുണ ചൈന തേടി എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രചാരത്തിലുണ്ട്. വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതിയുടെ സഞ്ചിത തീരുവ 104% ഉയർത്തിയിരുന്നു. ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി താരിഫ് വർദ്ധിപ്പിച്ച് ചൈന തിരിച്ചടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യഥാർത്ഥത്തിൽ US താരിഫ് ദുരുപയോഗത്തെ ചെറുക്കുന്നതിൽ ഇന്ത്യ കൈകോർക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടത്. ചൈനയുടെ സ്ഥിരമായ സാമ്പത്തിക വളർച്ച, നവീകരണം, ശക്തമായ ഉൽപാദന അടിത്തറ എന്നിവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പോസിറ്റീവ് സ്പിൽ ഓവറുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവായ യു ജിങ് പറഞ്ഞിരുന്നു. തുടർച്ചയായി നവീകരിക്കപ്പെടുന്ന വ്യവസായ സംവിധാന ഗവേഷണ വികസനത്തിൽ സുസ്ഥിരമായ നിക്ഷേപം, നവീകരണത്തിൽ ശക്തമായ ശ്രദ്ധ എന്നിവയാണ് ചൈനീസ് ഉൽപാദനത്തിന്റെ പ്രധാന അടിത്തറ. ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ശക്തമായ പ്രചോദനം നൽകുന്ന സാമ്പത്തിക ആഗോളവൽക്കരണത്തിന്റെയും ബഹുരാഷ്ട്രവാദത്തിന്റെയും ഉറച്ച സംരക്ഷകരാണ് ചൈന എന്നും ഇത് പ്രതിവർഷം ശരാശരി ആഗോള വളർച്ചയുടെ 30% സംഭാവന ചെയ്യുന്നുവെന്നും യുജിൻ കൂട്ടിച്ചേർത്തിരുന്നു. വികസ്വര രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും US താരിഫ് നടപടികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധങ്ങൾ പരസ്പര പൂരകവും പരസ്പര പ്രയോജനകരവുമാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ചൈന ഇന്ത്യ സാമ്പത്തിക വ്യാപാര ബന്ധം പരസ്പര പൂരകത്തിലും പരസ്പര നേട്ടത്തിലും അധിഷ്ഠിതം തന്നെയാണ്. രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ആഗോള ദക്ഷിണ രാജ്യങ്ങൾക്ക് വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന US താരിഫ് ദുരുപയോഗത്തെ നേരിടുമ്പോൾ രണ്ട് വികസ്വര രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഇതായിരുന്നു അവർ വ്യക്തമാക്കിയത്. വ്യാപാര താരിഫ് യുദ്ധങ്ങൾക്ക് വിജയിക്കില്ല എന്നും എല്ലാ രാജ്യങ്ങളും വിപുലമായ കൂടിയാലോചനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഥാർത്ഥ ബഹുരാഷ്ട്രവാദം ഉപയോഗിക്കണം എന്നും ജിങ് പറഞ്ഞിരുന്നു. എല്ലാത്തരം ഏകപക്ഷീയതയും സംവരണവാദത്തെയും സംയുക്തമായി എതിർക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം തന്നെ ട്രംപ് പ്രഖ്യാപിച്ച ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആകെ തീരുവ 104% എന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരുന്നു. ചൊവ്വാഴ്ച പ്രധാന US സ്റ്റോക്ക് സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തിയിട്ടും നിലപാടിൽ നിന്ന് ട്രംപ് പിന്മാറുന്നതിന്റെ ലക്ഷണമൊന്നും തന്നെ കാണാതിരിക്കുകയും ചെയ്തിരുന്നു. കമ്പനികളെ അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ മണ്ണിലേക്ക് മാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര ഉൽപാദനം പുനരുജ്ജീവിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു താരിഫ് നയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രംപും വാദിച്ചിരുന്നു.
എന്നാൽ ഈ നീക്കം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് അമിതഭാരം ഏർപ്പെടുത്തുമെന്നുമാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ടായിരുന്നത്. നേരത്തെ ചൈനീസ് ഇറക്കുമതിക്ക് 34% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ US ഉൽപ്പന്നങ്ങൾക്ക് സമാനമായി 34% തീരുവ ചുമത്തിക്കൊണ്ട് ബീജിംഗ് പ്രതികരിച്ചപ്പോഴാണ് 104%ത്തിലേക്ക് ട്രംപ് കടന്നത്.